ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കൊതിയൂറും ചക്ക വരട്ടിയതാണ്. അതിനായിട്ട് 1 കപ്പ് ചക്കച്ചുള കുരു കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ശർക്കര പാനിയാക്കിയത് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ച് കഴിയുമ്പോൾ നല്ല കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് നേരെ സ്റ്റൗ കത്തിച്ച് അതൊന്ന് നേരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നേരെ ആദ്യം തീയിലിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു തിള വരും. ആ തിള വന്ന് കഴിയുമ്പോൾ തിള വരുന്നുണ്ട്. തിള വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇളക്കി അതൊന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റാവണം. ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു പേസ്റ്റ് രൂപത്തിലാകാൻ തുടങ്ങി. അങ്ങനെ പേസ്റ്റ് രൂപത്തിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം എത്തുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2 കൂട്ടം സാധനം ചേർക്കാനുണ്ട്. 1 സ്പൂൺ ജീരകവും 4 ഏലക്കയും കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്ത ജീരകവും ഏലക്കയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. ചക്ക സീസൺ അല്ലാത്ത സമയത്ത് നമുക്കിത് കഴിക്കാൻ കേട്ടോ. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇതിൽ ചെറുതായിട്ട് ചക്കച്ചുള കടിക്കാൻ കിട്ടുവാണെങ്കിൽ അതും ഒരു ടേസ്റ്റാണ്. നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. റെഡി. നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ. ആഹാ രുചി.